പതിറ്റാണ്ടുകളായി പുലിക്കുന്ന മുളങ്കുന്ന് മേഖലയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി. മുളങ്കുന്ന് പുനർജനി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PK പ്രദീപ് അനുവദിച്ച 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 50ഓളം കുടുംബങ്ങളിൽ കുടിവെള്ളമെത്തുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. മുളങ്കുന്നിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് അധ്യക്ഷത വഹിച്ചു. പൂഞ്ഞാറമ്മിലെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാരണം ബ്ലോക്ക് പഞ്ചായത്തിനൊക്കെ ഫണ്ട് വളരെ കുറവാണ്. എങ്കിലും പരിമിതമായ ഫണ്ടിൽ നിന്നും ഈ മുളങ്കുന്നം പ്രദേശത്തിന്റെ ഈ കുടിവെള്ള പദ്ധതി എന്നുള്ള വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ഒരു സാക്ഷാത്കാരം നൽകാൻ പ്രദീപിന്റെ നിശ്ചയദാർഢ്യത്തിനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനും അദ്ദേഹത്തിന്റെ നാടിനോടുള്ള പ്രതിബദ്ധതയും മൂലമാണ് കഴിഞ്ഞത് എന്ന് ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ അതിനാവശ്യമായ ടാങ്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട വെള്ളൂർ ജോസൂട്ടിയെയും ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ പ്രത്യേകമായി അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചേർന്നപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വം, ഗ്രാമപഞ്ചായത്തിന്റെ പിന്തുണ, ജോസൂട്ടിയെപ്പോലെയൊക്കെയുള്ള നല്ല ആളുകളുടെ സഹായ സഹകരണം ഇതെല്ലാം ഒത്തുചേർന്നപ്പോഴാണ് ഇതിൽ 50ലധികം കുടുംബങ്ങൾക്ക് ആവശ്യമായ ഈ കുടിവെള്ളം യാഥാർത്ഥ്യമാക്കുന്നത്. കുളമാങ്കി ഭാഗത്ത് മുമ്പുണ്ടായിരുന്ന കുളം പുനരുദ്ധരിച്ച് ഇവിടെ ശ്രീ വെള്ളൂർ ജോസൂട്ടി തന്ന സ്ഥലത്ത് ഒരു ടാങ്കും മുതല് മുഴുവൻ വീടുകളിലേക്കും പൈപ്പിട്ടാണ് ഈ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ബൃഹത്തായ കുടിവെള്ള പദ്ധതി നടക്കുന്ന ഒരു മണ്ഡലമായി പൂഞ്ഞാർ മാറിയിട്ടുണ്ട്. പുനർജനി കുടിവെള്ള പദ്ധതി പ്രസിഡന്റ് KK സജീവ് സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK പ്രദീപ്, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലോചന സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം PA രാജേഷ്, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ആശ അനീഷ്, ബേബിച്ചൻ പ്ലാക്കാട്, കുടിവെള്ള പദ്ധതി കമ്മിറ്റി സെക്രട്ടറി ജോബി, പദ്ധതിക്കായി സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ ദേവസ്യ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.